ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 ഇതുപോലുള്ള ഒരു ആരാധന മധ്യയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ഈ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ സ്വന്തമാക്കുവാൻ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ സമയം ദൈവപിതാവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ ഈ സമയം നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ വന്നു നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും, ഞങ്ങളുടെ ജീവിത നിലപാടുകളെയും ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രത്യേകമായിട്ട് ദൈവകൃപ നിറഞ്ഞവരായി ഈശോയെ എത്രയും വേഗം ഈ സാക്ഷ്യപീഠത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, അവരായിരിക്കുന്ന ഇടങ്ങളെയും, പ്രത്യേകമായിട്ട് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തമുഖങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എടുത്തിട്ടും വിശ്വസ്താപൂർവം അത് പാലിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളെയും ഈശോ എത്രയും വേഗം അവർ നിൻ്റെ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ഈ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാനുള്ള വലിയ കൃപ ആ മക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത വിഷയങ്ങളെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കൃപാസനത്തിൻ്റെ എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെയും, ഒപ്പം തന്നെ ഈ ഉടമ്പടി ആരാധന വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, സ്തുതി. ദൈവപിതാവേ ആരാധന, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ തിരുജീവൻ പകരം നിർമ്മല നിമിഷമിതാ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഉടമ്പടി ഇത്ര മനോഹരമായ രീതിയിൽ എല്ലാ ദിവസങ്ങളിലും ജനങ്ങൾ അവരകപ്പെട്ടു പോയ കെണികളിൽ നിന്നും അവർ അകപ്പെട്ടു പോയ കുഴഞ്ഞ സീറ്റിൽ നിന്നും കർത്താവിൻ്റെ ഉറച്ച പാറമേൽ എടുത്തവരെ ഉയർത്തി നിർത്തിയ ഒത്തിരി സാക്ഷ്യങ്ങൾ. ബൈബിളിലെ ഒരു വാഗ്ദാനമാണ്, കുഴഞ്ഞ സീറ്റിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് ഉറച്ച പാറമേൽ നിർത്തും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇപ്പം ക്ലേശകാലത്ത് ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ ഇസ്രായേൽക്കാർ ഓടിപ്പോയി രക്ഷപ്പെട്ടിരുന്ന സ്ഥലമാണ് ഉയർന്ന പാറ. വിശ്വാസ ജീവിതത്തിനും അവരുടെ ആധ്യാത്മികമായ അനുഭവം അങ്ങനെയാണ്. ദൈവം അവരെ കടങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും ജീവിത ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ഉയർന്ന പാറമേൽ അവരെ കൊണ്ടുപോയി സുരക്ഷിതമായി നിർത്തുന്ന അനുഭവത്തോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം 27 അങ്ങനെ പാടുന്നത്. ഇത് ഉടമ്പടിയിലൊരു നിത്യസംഭവമാണ്. ആൾക്കാരെ ക്ലേശകാലത്ത് തൻ്റെ കൂടാരത്തെ ദൈവം സംരക്ഷിക്കുന്നു, ഉയർന്ന പാറമേൽ നിർത്തുന്നു. ഉടമ്പടി ഈ ക്ലേശകാലത്തെ നമ്മളെ പരിപൂർണമായി പെർഫെക്റ്റായിട്ട് സംരക്ഷിക്കുന്ന
ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ പാക്കേജ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റാണ് ഉടമ്പടി. ഇത് അച്ഛൻ പറയണതല്ല, 2 സാമുവേൽ 23:5 അതിമഹാവചനമാണത്. ഉടമ്പടിയെ സംബന്ധിക്കുന്ന 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. അത് മനുഷ്യനിവിടെ 2 അടിസ്ഥാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നിത്യരക്ഷ, രണ്ടാമത്തത് അനുദിന അഭിലാഷങ്ങൾ, അങ്ങനത്തെ ആവശ്യങ്ങൾ. 2 കാര്യങ്ങളെ നമുക്ക് നമ്മളുടെ മെയിൻ്റനൻസ് എവിടെയാണ് വരണത്? ഒന്ന് നമ്മുടെ അനുദിന ആവശ്യങ്ങൾ. അനുദിന ആവശ്യങ്ങളിൽ വീട്, ജോലി, വിവാഹം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂർ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻസ് എല്ലാം അവിടെ PR-ൻ്റെ ഇൻറ്റൻഷൻസാണ് മെയിൻ ഇൻറ്റൻഷൻസ്. 30 കൊല്ലം അവിടെ താമസിക്കുന്ന മലയാളികൾക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. 30 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നവർക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. സ്ഥിരമായ ഒരു അവിടുത്തെ സിറ്റിസണിൻ്റെ, അവിടെ ആൾക്കാരെ 3ആയിട്ട് തിരിച്ചിരിക്കുക. സിറ്റിസൺ എന്ന് വെച്ചാൽ പൗരന്മാർ, പിന്നെ PR ഉള്ളവർ, പെർമനൻ്റ് റെസിഡൻസ് ഉള്ളവർ, പിന്നെ ഈ ന്യൂ കമേഴ്സായിട്ടുള്ളവർ. അവർ ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സായിട്ടാണ് അവർ കൂട്ടണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ ആൾക്കാർക്ക് ചികിത്സാ ചെലവ് ഒരു രോഗത്തിന് 5000 രൂപ വന്നു കഴിഞ്ഞാൽ സിറ്റിസൺസിന് വെറും 500 രൂപയെ വരത്തുള്ളൂ. ഇതിങ്ങനെ എല്ലാത്തിലും ഉണ്ട്. എല്ലാ താരിഫിലും ഈ ജീവിതത്തിൻ്റെ ചെലവുകൾ. ഇപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഏണിങ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. കുടുംബമായിട്ടൊക്കെ അവിടെ ജീവിക്കാൻ പാടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങളിങ്ങനെ ചാടിക്കയറി ഇന്ത്യ വിട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരെല്ലാം സേഫാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ പേര് ഓക്കെയാണ്, പക്ഷേ എല്ലാവരും അതുപോലെ ഓക്കെ അല്ല. നിങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ലോൺ എടുത്തായിരിക്കും നിങ്ങൾക്ക് തരണത്. കാരണം നിങ്ങളവരെ കാണുന്നത് എങ്ങനെയാണ്? വിദേശത്ത് ജോലിയുള്ളവരായിട്ടല്ലേ കാണുന്നത്. അവരവിടെ നിലനിന്ന് പോകാൻ എന്തുമാത്രം പാടുപെടണമെന്നുണ്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഓരോരോ ഞാനവിടെ ചെന്നപ്പോൾ രസമുണ്ടായി, എനിക്ക് ചിരി വന്നത്, ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. എങ്ങനെയാണ് ഇത് ശരിയാകണത്? ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ വരണമെന്ന്. ഇപ്പോൾ നമുക്കിപ്പോൾ 15 കൊല്ലത്തെ ടാക്സ് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കും മുഞ്ഞിയൊക്കെ ചളങ്ങി വരണമുണ്ടല്ലേ. ഗവൺമെൻറ് നമ്മുടെയൊക്കെ ഒന്ന് 15 വർഷത്തെ ടാക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്കൊക്കെ ഒരു ചുണ്ട് ഒരു വശത്തേക്ക് മാറും, ചളങ്ങി വരും. പക്ഷേ നോക്കി എന്തൊക്കെ ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ എല്ലാവരും സ്ഥലം കുറവേ ഉള്ളൂ, അവിടെ സ്ഥലം കുറവേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരെല്ലാം വണ്ടി എടുക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ മതി, ആരും വണ്ടി എടുത്ത് കറങ്ങണ്ടെന്നാണ് പറയണത്. കാര്യം സ്ഥലമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ടാക്സ് ഇരട്ടിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ വിചിത്ര വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തുമാത്രം മനോഹരമായ ജീവിതമാണ് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണേ. എന്തൊരു മനോഹരമാണെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമാണ്. ഞാൻ ഈ സിംഗപ്പൂർ ഓരോ രാജ്യങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുള്ളാണ് ഈ എറണാകുളം. എറണാകുളത്തുനിന്ന് തുറമുഖത്തുനിന്ന് നമ്മൾ നേരെ പോയാൽ നമ്മൾ ആ പക്ഷിസങ്കേതം വരെ കോതമംഗലം വരെ പോകുമ്പോൾ ഒരു വലിയൊരു സാമ്രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിമനോഹരവും നൈസർഗികവും ഇങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടുള്ള, കൃത്രിമമല്ല, മനോഹരമായ സ്വന്തം രാജ്യത്ത്. ഇപ്പോൾ ചില സമയത്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, ഈ സ്ട്രെസ്സിൻ്റെ ഒരു കാരണം എന്താണ്, ഇവരെല്ലാവരും എനിക്ക് മനസ്സിലായത് ഒരു ഡ്രസ്സുണ്ട്, ജോലിയുടെ ഡ്രസ്സുണ്ട്, അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളും. നമുക്കില്ല ഡ്രസ്സ്, നമുക്ക് പക്ഷേ നമുക്ക് ഡ്രസ്സ് വന്നാൽ ഇറങ്ങി നടക്കാം വഴിയിലോട്ട്.
നാട്ടുകാരെ കാണാം, സംസാരിക്കാം, കുറച്ച് സങ്കടം പറയാം. അപ്പോഴൊക്കെ ഇതെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ കെട്ടി മേലോട്ട് പൊക്കിയിരിക്കുക. അതുകൊണ്ട് ഗുണമുണ്ട്, സുനാമിയൊക്കെ വന്നാൽ അവർ രക്ഷപ്പെടും. നമ്മൾ ഇപ്പോൾ ഓടേണ്ടി വരത്തില്ല. എല്ലാവരും ഫ്ലാറ്റിൽ, എല്ലാ ഫ്ലാറ്റാണ് 10-70 നിലയുള്ള ഫ്ലാറ്റുകളാണ് അത് താമസിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ കുറച്ച് സേഫാണല്ലോ ഇത്, ഇപ്പോൾ ഒരു സുനാമിയൊക്കെ വന്നാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ ഈ ഫ്ലാറ്റിനകത്ത് കിടന്ന് കറങ്ങി കളിക്കുകയുള്ളൂ, ഒരു കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെ. അപ്പോൾ സ്ട്രെസ്സ് കൂടും. സ്ട്രെസ് ഇങ്ങനെ ഈ വികീരണം ചെയ്ത് പോകാനുള്ള ഒരവസ്ഥ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ കുറവായത് കാരണം മനുഷ്യൻ പൊതുവെ സ്ട്രെസ്സാണ്. ഈ ഉടമ്പടിക്കുണ്ടാകുന്ന പ്രശ്നം, ഈ സ്ട്രെസ്സുകാരെയൊക്കെ ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആധ്യാത്മികത വളരുമ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ബ്ലെസ്സിങ്സാണ് വരുന്നത്, അനുഗ്രഹങ്ങൾ. ഉടമ്പടിക്കും അങ്ങനെയല്ലേ, അനുഗ്രഹങ്ങളാണ് വരുന്നത്. ഈ അനുഗ്രഹങ്ങൾ എല്ലാ കാലങ്ങളിലും ദൈവം തരും. പക്ഷേ അനുഗ്രഹങ്ങളുടെ ഒരു കുഴപ്പം, വേറെ എന്തെങ്കിലും ഒരു പുതിയ ഒരു വിഷയം ജീവിതത്തിലുണ്ടായാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ അനുഗ്രഹത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾക്ക് രോഗമാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ, ഇപ്പോൾ വേണ്ടല്ലോ, ഒരു പനി മതിയല്ലോ, നല്ലൊരു ഭക്ഷണം വെച്ചിരിക്കുക.